ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ക്ലീൻ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രിഫറൻസ് നാഷണൽ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമറിയും അതിൻ്റെ നോട്ട്സുമാണ്. നമ്മുടെ ഈ പ്രിഫറൻസ് നാഷണൽ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് ഫൊറ്റോ ഡിയോമി എന്ന് പറയുന്ന ഒരു സെനഗലീസ് ബോൺ ഫ്രഞ്ച് റൈറ്ററാണ്. അവൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇമിഗ്രൻസിൻ്റെ ഇഷ്യൂസാണ്. അതായത് കറുത്ത വർഗ്ഗക്കാർ യൂറോപ്പിലേക്ക് എത്തുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന റേസിസം, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ് പോലെയുള്ള ഇഷ്യൂസാണ് ഈ അവരുടെ വർക്ക്സ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ ഈ ഒരു വർക്ക് ശരിക്കും ഒരു ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അത് ഇംഗ്ലീഷിലേക്ക് പോലി മെക്ലിയൻ എന്ന് പറയുന്ന ലേഡിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ട്രാൻസ്ലേറ്റഡ് വർക്കാണ് എന്നുള്ള കാര്യം പറയാൻ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ദെൻ ഇതിൽ പ്രധാനമായിട്ടും 6 തീമുകളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ്. അതായത് കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കുന്ന റേസിസം അല്ലെ, വർണ്ണവിവേചനം എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ മീൻസ് ഇതിൽ പറയുന്ന ക്യാരക്ടർ നരേറ്റ് നന്നായി നല്ല വിദ്യാഭ്യാസം നേടി ഒരു എഡ്യൂക്കേറ്റഡ് ആയ ലേഡിയാണ്. ബട്ട് ആളുകൾ എന്താവുന്നു, അവരെ റിജക്റ്റ് ചെയ്യുന്നു, കാരണം അവരുടെ കളർ തന്നെയായിരുന്നു. സോ ഇതിങ്ങനെ ഒരു റേസിസം, ഡിസ്ക്രിമിനേഷൻ ഈ കഥയിൽ ഒരു മേജർ തീമായിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് നാഷണലിസം എന്നുള്ളതാണ്. നാഷണൽ പ്രിഫറൻസ് എന്നുള്ള ടൈറ്റിൽ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വന്തം രാജ്യത്ത് സ്വദേശികൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. എല്ലാ അവകാശങ്ങളും, ജോലി, മറ്റു അവകാശങ്ങളൊക്കെ സ്വദേശികൾക്ക് മാത്രം, അല്ലാത്തവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതും ഇതിലെ പ്രധാനപ്പെട്ട ഒരു തീമായിട്ട് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ്. ഇതിൽ നരേറ്റർ തൻ്റെ ഐഡൻറ്റിറ്റി ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, ബട്ട് അവളെന്താവുന്നില്ല, ഒരു ഫ്രഞ്ചുകാരിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഫ്രഞ്ച് നന്നായി സംസാരിക്കാൻ കഴിയും, എന്നിട്ടും അവളെ ഫ്രഞ്ചുകാരിയായിട്ട് അവളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവൾക്കൊരു ഫ്രഞ്ച് ഐഡൻറ്റിറ്റി ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഇതിൽ തീമായിട്ട് വരുന്നുണ്ട്. മറ്റൊന്ന് ഇമിഗ്രേഷൻ ആൻഡ് ലീഗൽ ഇൻജസ്റ്റിസ് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അൺഫെയർ ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോസിനെ കുറിച്ചാണ്. മീൻസ് വളരെ മോശമായ രീതിയിലുള്ള ഇമിഗ്രൻറ്റ് ലോ, കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ച് എന്താകുന്നുണ്ട് ഈ ഒരു കഥയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഞ്ചാമതായിട്ട് കൊളോണിയൽ ഹിസ്റ്ററി ആൻഡ് ഹിപ്പോക്രസിയാണ്. അതായത് ഈ കഥയിൽ പറയുന്നുണ്ട് ആഫ്രിക്കൻ മണ്ണിനെ, ആഫ്രിക്കൻ കൺട്രീസിനെ ഫ്രാൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്തതിനെ കുറിച്ച് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ 6th വൺ ഈസ് ഡിഗ്നിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഈ പാഠത്തിൽ ഉടനീളം ഒരുപാട് ഹ്യൂമിലിയേഷൻ, നാണക്കേടൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അവളുടെ ഒരു ഡിഗ്നിറ്റി എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നരേറ്റർ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്കിതിൽ പ്രധാനപ്പെട്ട തീമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ദെൻ ഈ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ സമറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ ഒരു ഫ്രാൻസിൽ ജീവിക്കുന്ന ഒരു ഫോറിൻ വുമനെ കുറിച്ചാണ് കഥ പറയുന്നത്. അവരൊരുപാട് റേസിസം, ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രാൻസിലെ നിയമങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഒരു ഫ്രഞ്ച് വുമണ്, ഒരു ഫോറിൻ വുമണ് ഫ്രഞ്ച് സിറ്റിസനെ കല്യാണം കഴിച്ചാൽ തന്നെ 2 വർഷം കഴിഞ്ഞാൽ മാത്രമാണ് ഫ്രഞ്ച് സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കൊണ്ട്, ആ 2 വർഷം കൊണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ്, മാരേജൊക്കെ ബ്രേക്കപ്പ് ആവും എന്നാണ് അവിടെയുള്ള ഗവൺമെൻറ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കല്യാണം, ആ മാരേജ് അവസാനിച്ചാൽ, ആ റിലേഷൻഷിപ്പ് അവസാനിച്ചാൽ ആ ഫോറിൻ വുമന് പിന്നീട് ഒരിക്കലും സിറ്റിസൺഷിപ്പ് കിട്ടുക മാത്രമല്ല, അവർക്ക് യാതൊരുവിധ അവകാശങ്ങളും അവിടെ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഈ ഒരു നിയമം ഈ നരേറ്റർക്ക് വളരെ അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. അവൾ പറയുന്നുണ്ട് തൻ്റെ സെനഗലീസ് കാറ്റിന് വരെ സിറ്റിസൺഷിപ്പ് പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അവൾക്കപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൾ സെനഗലീസ് കാറ്റിനെ കാണാൻ അല്പം ജിഞ്ചറാണ് എന്നും കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ അവൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾക്ക് പ്രോപ്പറായിട്ട് ജോലി കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, എന്നിട്ട് പോലും അവൾക്കൊരു ജോലി അവിടെ ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം അവൾ ജോലിക്ക് വേണ്ടി നോക്കുന്ന സമയത്ത്, അന്വേഷിക്കുന്ന സമയത്ത് ഒരു പരസ്യം കാണുകയാണ്. ഒരു ബേക്കറിയിൽ സെയിൽസ് ഗേൾസിന് വേക്കൻസി ഉണ്ട് എന്നുള്ളൊരു പോസ്റ്റ് അവൾ കാണുന്നു. അതിൽ പറയുന്നുണ്ട് ഇഷ്ടമുള്ള ഡയലക്റ്റ് ആവാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം അവൾ ഫ്രഞ്ച് ഫ്രണ്ടിനോട് പറയുന്ന സമയത്ത് ഫ്രഞ്ച് ഫ്രണ്ട് അവളെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. നിനക്ക് ഇതിനേക്കാളും നല്ല ജോബ് കിട്ടും എന്നും ഫ്രഞ്ച് ഫ്രണ്ട് സ്നേഹത്തോടെ അവൾ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അവൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും, മീൻസ് അവൾ ഫോറിൻ ആണ് എന്നുള്ളത് കൊണ്ട് അവൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവൾ ഷെയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അവൾക്ക് അവിടെ ജീവിക്കണം തന്നെ, സർവൈവ് ചെയ്യാൻ
പൈസ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ജോലിയിലേക്ക് പോകുന്ന സമയത്ത് അവൾക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു വരവേൽപ്പല്ല ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ കടയിലെല്ലാം വൈറ്റ് ആയിരുന്നു. അവളുടെ ഓണർ വരെ അവളെ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് വളരെ ഒരു ഡിസ്ലൈക്ഡ് ഐറ്റംസ്, ഒരു അനിഷ്ടത്തോടു കൂടിയായിരുന്നു അവളോട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ അദ്ദേഹം അവളോട് അൾസേഷൻ, അതായത് അവിടെയുള്ള ഒരു ലോക്കൽ ഡയലക്റ്റ് സംസാരിക്കാൻ വേണ്ടി പറയുന്നു. പക്ഷേ അതിന് അവൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവൾക്ക് ജോലി നൽകാതെ അവിടുന്ന് പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്, പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നിനക്ക് നിൻ്റെ സ്വന്തം രാജ്യത്ത് പോയി പണിയെടുത്തുകൂടെ എന്നും അദ്ദേഹം അവളെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നൊക്കെയുണ്ട്. ആ സമയത്ത് അവൾക്കുള്ളിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഫ്രാൻസ് ഒരിക്കൽ അവരുടെ ആഫ്രിക്കൻ കൺട്രീസിനെയൊക്കെ കോളനിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെയും റിസോഴ്സിനെയൊക്കെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ജോലി ചോദിക്കുന്ന സമയത്ത് ജോലി തരില്ല എന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കുള്ളിൽ നല്ല ദേഷ്യവും അമർഷവും നമ്മുടെ നരേറ്റർക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവൾ അപ്പോൾ ജോലിയൊന്നും കിട്ടാതെ അൺഎംപ്ലോയിഡായി നിൽക്കുന്ന സമയത്ത് അവൾ മറ്റൊരു പരസ്യം കാണുന്നു. ഒരു ട്യൂട്ടർ വാക്കൻസി കാണുന്നുണ്ട്. ഒരു കുട്ടിയെ ഒരു ഫ്രഞ്ച് പഠിപ്പിക്കണം എന്നുള്ള ഒരു പോസ്റ്റായിരുന്നു, ഒരു ആഡായിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവൾക്കൊരു പ്രോപ്പറായ ഡിഗ്രി ഉള്ളത് കൊണ്ട് തന്നെ ഈ ജോലി അവൾക്ക് ചേരുമെന്ന് അവൾ വിശ്വസിക്കുന്നു. അങ്ങനെ അതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നു. ആ എംപ്ലോയറെ അവൾ നേരിട്ട് പോയി കാണുകയും ചെയ്യുന്നുണ്ട്. ആ ജോലി നൽകാമെന്ന് പറഞ്ഞ ആ പരസ്യം നൽകിയ ആൾ ഒരു സൂപ്പർ മാർക്കറ്റ് ക്യാഷറായിരുന്നു. അങ്ങനെ കഫേയിൽ വെച്ച് അടുത്ത ദിവസം അവർ കണ്ടുമുട്ടുന്നുണ്ട്. ഈ നരേറ്റർ അവരുടെ ഡിഗ്രിയൊക്കെ വളരെ കോൺഫിഡൻറ്റോടു കൂടി അവൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ക്യാഷറായിട്ടുള്ള ലേഡിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളൊരു യൂറോപ്യൻ ടൈപ്പ് വ്യക്തിയാണ് അന്വേഷിക്കുന്നത് എന്ന കാര്യം നരേറ്ററോട് തുറന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ നരേറ്റർ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ തൻ്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല, തൻ്റെ മകളുടെ വിദ്യാഭ്യാസം മെസ്സപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യവും അവളോട് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതോടു കൂടിയിട്ട് നരേറ്റർ വളരെയധികം ഇൻസൾട്ടഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, ഞാൻ തന്നേക്കാളും എഡ്യൂക്കേറ്റഡാണ്, ക്യാഷറിനേക്കാളും എഡ്യൂക്കേറ്റഡാണ് ആ നരേറ്റർ എന്ന് അവൾ അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി ദേഷ്യത്തോടെ അവൾ കുടിച്ച ഡ്രിങ്കിന് ക്യാഷ് കൊടുക്കാതെ ആ കഫേയിൽ നിന്നും ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നുണ്ട്. ക്യാഷ് കൊടുക്കാതെ പോരുന്ന സമയത്ത് ക്യാഷർ വളരെ ദേഷ്യത്തോടെ റൈസസും പറഞ്ഞുകൊണ്ട് അവളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ നരേറ്റർ അവളുടെ ഫ്രണ്ടിന് ഈ ഒരു ക്യാഷറുടെ നമ്പർ കൊടുക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അവളൊരു ഫ്രഞ്ച് ഫ്രണ്ട് ഉണ്ട്. അവൾ ശരിക്കും ഒരു വൈറ്റ് ഫ്രണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജോലി അവൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നല്ല മനസ്സോടുകൂടി നരേറ്റർ അവളുടെ ഫ്രണ്ടിന് നമ്പർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഫ്രണ്ടിന് വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നുണ്ട്. ആ ജോലി കിട്ടിയ സന്തോഷം വിളിച്ചറിയിക്കുന്നതോടൊപ്പം തന്നെ ഫ്രഞ്ച് ഫ്രണ്ട് അവളെ കളിയാക്കുന്ന രൂപത്തിൽ ഒരു ക്ലീനിങ് ജോബ് ഉണ്ട് എന്നുള്ള കാര്യവും ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ ഒരു ക്ലീനറെ അന്വേഷിക്കുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് പോകാം എന്നും ആ ഫ്രഞ്ച് ഫ്രണ്ട് അവളെ ഒരു കളിയാക്കുന്ന രൂപത്തിൽ സൂചിപ്പിക്കുന്നൊക്കെയുണ്ട്. സോ ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം, പറഞ്ഞു നോക്കുന്ന കാര്യം റൈസിസം എന്നുള്ളതാണ്. അതായത് ഇമിഗ്രൻസിന് ഫ്രാൻസിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള അൺഫെയർ ആയിട്ടുള്ള നിയമങ്ങൾ, അതേപോലെ പ്രെജുഡിസ് മൈൻഡ് സെറ്റ്, അതേപോലെ തന്നെ സ്കിന്നെ വെച്ചിട്ട് ആളുകളെ വിലയിരുത്തുക, എഡ്യൂക്കേഷൻ എബിലിറ്റി എന്നതിനപ്പുറത്തായിട്ട് സ്കിന്നിൻ്റെ കളർ വെച്ച് വിലയിരുത്തുന്ന രീതി, ഇതൊക്കെ ആണ് ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. നരേറ്റർ അതിനോടുള്ള ദേഷ്യവും അമർഷവും അതോടൊപ്പം അവളുടെ ഒരു ഡിഗ്നിറ്റിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഫേസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതോടുകൂടി നമ്മുടെ പാഠം അവസാനിക്കുകയാണ്, വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റായി രേഖപ്പെടുത്തുക. See you in the next class with a new chapter. Thank you all and bye.